ഇന്നലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ബ്രഹ്മപുരം ചെറുതോട്ടുകുന്നിൽ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം മൊഴിയെടുക്കും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലത്തെ ദിവസം വന്നിരുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെങ്കിലും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണുള്ളത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ശ്രീജ, ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ചെറുകുന്നിൽ സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിനുണ്ടാകും. ഇന്നലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർമാർ, മറ്റ് സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രോഗികൾ, അദ്ദേഹം ചികിത്സിച്ചിരുന്ന രോഗികൾ, അങ്ങനെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. വീട്ടിലും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അത് ഉച്ചയ്ക്ക് ശേഷം എന്ന രീതിയിലാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മറ്റ് ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല. മറ്റ് ദുരൂഹതകൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ലഭിക്കുകയും അതിൽ കാരണങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായ അദ്ദേഹം മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചികിത്സിക്കാൻ കഴിയുന്നില്ല, രോഗികളെ പരിശോധിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു സംതൃപ്തി ഇനി തനിക്ക് ലഭിക്കില്ല. രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സന്തോഷം വലുതായത്, പക്ഷേ ഇനിയിപ്പോൾ രോഗവും പ്രായാധിക്യം കൊണ്ട് ആ രീതിയിലേക്ക് പോകാൻ തനിക്ക് അങ്ങനെ ഒരു സംതൃപ്തി ലഭിക്കില്ല എന്ന് ഉത്തമ ബോധ്യത്തിന് ജീവിതം അവസാനിച്ച പോലെ തോന്നുന്നു എന്നാണ് ആ കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ പോലീസിന് ഇതേക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ. എങ്കിലും ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ തന്നെ ആത്മഹത്യയെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നടപടികൾ, പ്രൊസീജിയറെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചരമ ശുശ്രൂഷയും കാര്യങ്ങളുമെല്ലാം കഴിയുമ്പോൾ പോലീസ് കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരിൽ നിന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട്, അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അതിൻ്റെ രീതി സ്വാഭാവിക രീതി എന്ന നിലയിലാണ്. എന്തായാലും വളരെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു. തികച്ചും പ്രൊഫഷണലായ ഒരാൾ, ഇതിൻ്റെ നേട്ടങ്ങളുടെ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ രീതിയിലേക്കൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമോ എന്നൊരു പൊതു ചോദ്യം ബാക്കി നിന്നിരുന്നു. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു തീരുമാനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അമ്പരപ്പ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡോക്ടർ ജോർജ് പി എബ്രഹാം ഒരുപാട് ഈ വൈദ്യ മേഖലയിൽ ഒരുപാട് പേർ വഴികാട്ടിയായി, ഗുരുതുല്യനായി കാണുകയും ഒപ്പം രോഗികളെ സംബന്ധിച്ച് ഏറ്റവും സൗമ്യനായ, ഏറ്റവും എപ്പോഴും സമീപിക്കാവുന്ന തരത്തിൽ ഉള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ കഴിയില്ല. അത്രയേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ഡോക്ടർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു കാര്യമുണ്ടായതിൻ്റെ ഞെട്ടൽ ഇന്നലെ മുഴുവൻ ആളുകൾ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ വിട ചൊല്ലുന്നത്. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. മറ്റ് വാർത്തകളിലേക്ക്